ഇന്ന് നമ്മൾ കുടപ്പുളി ഇട്ട് ചാള കൂട്ടാൻ വയ്ക്കാൻ പോണ് കേട്ടോ. ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവിട്ട് പൊട്ടിക്കാം. ഉലുവ മൂത്ത് വരുമ്പോൾ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഞാനിതിലേക്ക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കണ്ടും കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയ നാളികേരത്തിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് അരച്ചാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച 3-4 കഷ്ണം കുടപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. വിറകടുപ്പിലായതുകൊണ്ട് ഇത് വേഗം തിളച്ച് വരും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ചാള കുടപ്പുള്ളിയിട്ട് വയ്ക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നാളികേരം ഇതുപോലെ പച്ചരച്ച് കുടപ്പുള്ളിയിട്ട് വയ്ക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിലേ കമൻറ്റ് ചെയ്തോളൂ. ഇപ്പം ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ചാള നന്നാക്കി കഴുകി വെച്ചത് നമുക്ക് ഇതിലേക്ക് പറക്കിടാം. ചെറിയ ചാളയാണ് കിട്ടിയത്, അത് കാരണം ഇവിടെ നുറുക്കിയിട്ടൊന്നുമില്ല. വലിയ ചാള ഇപ്പോൾ കിട്ടാറില്ല. ഇവിടെ കൊണ്ടുവരുന്നതൊക്കെ ചെറിയ ചാളയാണ്. മാർക്കറ്റിൽ പോയിട്ടല്ല മേടിക്കുന്നത്, വണ്ടിക്കാർ കൊണ്ടുവരുന്ന ചാളയാണ്. പുളിയൊക്കെ പിടിച്ച് ചാള നല്ലോണം അരപ്പിൽ കിടന്ന് വെന്ത് വരട്ടെ കേട്ടോ. ചോറും കൂട്ടാനൊക്കെ ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതിൽ നല്ലത് വിറകടുപ്പിൽ വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നാടൻ കറികളൊക്കെ വിറകടുപ്പിൽ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. ഈ കുടംപുളിയിട്ട മീൻ കൂട്ടാൻ ചോറിനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. മീൻ കൂട്ടാൻ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കട്ടെ കേട്ടോ. എല്ലാം ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ് കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില തണ്ടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വേറെ താളിച്ചൊഴിക്കലൊന്നുമില്ല. നമ്മുടെ മീൻ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.